നെക്സ്റ്റ് പോകാൻ പോകുന്നത് അമീൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ടാണ്. സോ നമുക്ക് അമീൻസിലോട്ട് പോവാം. അമീൻസിൽ നമുക്കങ്ങനെ കാര്യമായിട്ട് ഒരു വലിയ രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല അമീൻസിൻ്റെ കേസിൽ. വളരെ സിമ്പിളായിട്ടാണ് അമീൻസ് ചോദിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളാണ് അമീൻസിൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് അമീൻസിൻ്റെ ബേസിസിറ്റിയാണ്. അത് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. കുറച്ച് അമീൻസ് തരും, എന്നിട്ട് അതിൻ്റെ ബേസിസിറ്റിയുടെ ഓർഡറിൽ എഴുതാൻ പറയും. അത് സിമ്പിളാണ്, അതിപ്പോൾ ഞാൻ പറയാം, ആ രീതിയിൽ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അല്ലാതെ വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഒന്നുമില്ല. ഓർഡർ ഇതാണ്, ആ ഓർഡറിനനുസരിച്ച് ആ തരുന്ന ആൾക്കാരൊന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. സിമ്പിളാണ്. പിന്നെ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് പ്രത്യേകം നോക്കണം. ക്വസ്റ്റ്യനകത്ത് അവർ പറയും ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ, അത് മാത്രം ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്താൽ മാത്രം മതി. കാരണം നിങ്ങൾ ചിലർ ഇൻക്രീസിംഗ് ഓർഡറിൻ്റെ സ്ഥാനത്ത് ഡിക്രീസിംഗ് ഓർഡർ എഴുതി വെക്കും. പക്ഷേ ആൻസർ ശരിയായിരിക്കും, പക്ഷേ അവർ ഡിക്രീസിംഗ് ഓർഡറാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ എഴുതിയേക്കുന്ന ഇൻക്രീസിംഗ് ഓർഡർ ആണെങ്കിൽ അവർ മാർക്ക് തരത്തില്ല. അങ്ങനെ ഒരു കേസ് വരുന്നുണ്ട്. കാരണം നമ്മൾ 100% കോൺഫിഡൻ്റ് ആണ്, കാരണം നമ്മൾ കറക്റ്റ് ഓർഡറിനനുസരിച്ചൊക്കെയാണ് എഴുതിയത്. അതുകൊണ്ട് പക്ഷേ എന്നിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല. അത് കാരണം ഇതാണ്, കറക്റ്റ് ഓർഡറിനാണ് അവർ പറയുന്നതെങ്കിൽ ആ ഓർഡറിൽ തന്നെ എഴുതണം. ഓക്കെ. രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു 3-4 റിയാക്ഷൻസ് ഉണ്ട്. കുറച്ച് റിയാക്ഷൻസ്, ഒരു 2-3 റിയാക്ഷൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, ഹോഫ്മാൻസ് ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ, പിന്നെ കുറച്ച് കപ്ലിംഗ് റിയാക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ അതിനകത്ത് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോ നമുക്ക് അമീൻസിലോട്ട് പോകാം. അപ്പം അമീൻസിൻ്റെ ബേസിസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അമീൻസിൻ്റെ റിയാക്ഷൻസ് അത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് അമീൻസിൻ്റെ കേസിൽ 3 പറയുന്നത് ഈ നമ്മുടെ അമീൻസിൻ്റെ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ അമീൻസിൻ്റെ ഡിറ്റക്ഷൻ ഉണ്ട്. ക്ലാസ് ഐഡൻറ്റിഫിക്കേഷൻ, പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെറിഷറി അമീൻ, ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐഡൻറ്റിഫിക്കേഷൻ 2-3 ഉണ്ട്, എക്സാമിൽ സ്ഥിരം ചോദിക്കുന്നതാണ്. നാലാമത്തത് കപ്ലിംഗ് റിയാക്ഷൻ. ഇങ്ങനെ 4 നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിസിറ്റി, പിന്നെ അമീൻസിൻ്റെ കുറച്ച് റിയാക്ഷൻസ്, കുറച്ചൊരു 3-4 റിയാക്ഷൻസ്, ദെൻ അമീൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ദെൻ കപ്ലിംഗ് റിയാക്ഷൻ എന്താണ്. ഇതാണ് നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ അമീൻസിൻ്റെ ബേസിസിറ്റി പഠിക്കാം. ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിന് 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ബേസിസിറ്റി. ചിലപ്പോൾ 1 മാർക്കിനായിരിക്കും, ചിലപ്പോൾ 2 മാർക്കിനായിരിക്കും. എന്തായാലും സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. നിങ്ങൾ അമീൻസിൻ്റെ ബേസിസിറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ നോർമലി അമീൻസിൻ്റെ ബേസിസിറ്റി വരുന്നത് എങ്ങനെയാണ്? ഏറ്റവും ബേസിസിറ്റി കുറവാണ്, ഇത് സൊല്യൂഷനിലാണ്. അവർ എക്സാമിന് സൊല്യൂഷൻ ഫേസിൽ ചോദിക്കത്തുള്ളൂ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഏറ്റവും ബേസിസിറ്റി കുറവ് ഇയാൾക്കാണ്. ഇതിനെ നമ്മൾ അനിലീൻ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ അവർ എക്സാമിന് തരണമെന്നില്ല. അവർ ചിലപ്പോൾ ഇങ്ങനെയും തരും, C6H5NH2 ഇങ്ങനെയും അവർ തരും. ഈ 2 രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും തരാം. കോമൺലി അവർ ഇങ്ങനെയാണ് തരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കി വെച്ചോളൂ, തിരിഞ്ഞു പോകരുത്. പിന്നെ വരുന്നത് ഇതിനെക്കാട്ടിയും ബേസിസിറ്റി കൂടുതലാണ് NH3ക്ക്. ഇത് ഇൻക്രീസിങ് ഓർഡറിനാണ്. അങ്ങോട്ട് കൂടി വരികയാണ്. അങ്ങോട്ട് കൂടി പോകുന്നതിന് ഇൻക്രീസിങ് ഓർഡർ എന്നാണ് പറയുന്നത്. അങ്ങോട്ട് കുറഞ്ഞു പോകുന്നതിന് ഡിക്രീസിങ് ഓർഡർ എന്നാണ്. അപ്പോൾ ഇങ്ങനെ എഴുതേണ്ടി വരും, ഡിക്രീസിങ് ഓർഡർ. ഓക്കെ. അപ്പം ഇത് ഇൻക്രീസിങ് ഓർഡറാണ്. പിന്നെ NH3 ആണ്. പിന്നെ വരുന്നത് ടെറിഷറി ആണ്. പിന്നെ വരുന്നത് പ്രൈമറി, പിന്നെ വരുന്നത് സെക്കൻഡറി. ഇതാണ് അമീൻസിൻ്റെ ബേസിസിറ്റിയുടെ ഓർഡർ. ഈ ഓർഡർ കാണാതെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഏറ്റവും ബേസിസിറ്റി കുറവ് അനിലീനാണ്, C6H5NH2. പിന്നെ വരുന്നത് അമോണിയ, NH3. അമോണിയ അമീൻ എക്സാമ്പിൾ അല്ല, അമോണിയയുടെ ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അമീൻസ് എന്ന് വിളിക്കുന്നത്. അതൊക്കെ. പിന്നെ ടെറിഷറി, പിന്നെ പ്രൈമറി, പിന്നെ സെക്കൻഡറി. അപ്പം ഇതിൻ്റെ ഓർഡർ അനുസരിച്ച് നിങ്ങൾ തന്നിരിക്കുന്ന ആളെ അറേഞ്ച് ചെയ്താൽ മാത്രം മതി. എക്സാമിന് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഈ ടെറിഷറി, പ്രൈമറി, സെക്കൻഡറി ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിളാണ്. ടെറിഷറി എന്ന് പറയുമ്പോഴത്തേക്ക് നൈട്രജൻ്റെ കൂടെ നോ ഹൈഡ്രജൻ, നൈട്രജൻ്റെ കയ്യിൽ ഹൈഡ്രജൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ടെറിഷറിക്ക് എക്സാമ്പിളാണ്. നൈട്രജൻ്റെ കൂടെ 2 ഹൈഡ്രജനാണ് വരുന്നതെങ്കിൽ അത് പ്രൈമറിക്ക് എക്സാമ്പിളാണ്. അതാ ഇവിടെ നൈട്രജൻ്റെ കൂടെ 2 ഹൈഡ്രജനാണ്, പക്ഷേ ഇതിനെ നമ്മൾ പ്രൈമറി എന്ന് വിളിക്കില്ല, കാരണം ഇത് അറ്റാച്ച് ചെയ്തേക്കുന്ന ബെൻസീൻ റിങ്ങുമായിട്ടാണ്. അത് പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കും. പിന്നെ സെക്കൻഡറി ആകുമ്പോൾ നൈട്രജൻ്റെ കൂടെ 1 ഹൈഡ്രജൻ, ഇതാണ് സെക്കൻഡറി. അപ്പം നൈട്രജൻ്റെ കൂടെ ഹൈഡ്രജൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ടെറിഷറി, നൈട്രജൻ്റെ കൂടെ 2 ഹൈഡ്രജൻ ആണെങ്കിൽ പ്രൈമറി, നൈട്രജൻ്റെ കൂടെ 1 ഹൈഡ്രജൻ ആണെങ്കിൽ സെക്കൻഡറി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബേസിസിറ്റി ഒന്ന് എഴുതി നോക്കാം. ബേസിസിറ്റിയുടെ ഓർഡർ ഇങ്ങനെയാണ്, ബോർഡിലോട്ട് നോക്കിക്കോളൂ. അതാ ഒരു എക്സാമ്പിൾ തരാണ്, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തരാണ്. C6H5NH2, ദെൻ CH3 twice NH, CH3NH2, NH3, CH3 thrice N. എന്നിട്ട് അവർ പറയുകയാണ്
ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിസിറ്റി, ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ പറയുകയാണ്. ഇൻക്രീസിങ് ഓർഡർ ബേസിസിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡർ എഴുതാൻ പറയാം. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. ഇങ്ങനെ കുറച്ച് വരുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഓൾമോസ്റ്റ് എല്ലാവരും എടുത്തിട്ടുണ്ട്. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തു. ഇതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഓർഡർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതിനനുസരിച്ച് ഈ തന്നിരിക്കുന്ന ആളെ ഒന്ന് അറേഞ്ച് ചെയ്താൽ ആൻസറായി. പിന്നെ അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കുക. ഇൻക്രീസിങ് ആണെങ്കിൽ ചെറുത് ബേസിസിറ്റി കുറഞ്ഞ ആളെ ആദ്യം എഴുതുക, കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലോട്ട് പോകുക. അതാണ് ഇൻക്രീസിങ്. ഡിക്രീസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിസിറ്റി കൂടിയ ആളെ ആദ്യം എഴുതുക, എന്നിട്ട് കുറഞ്ഞു വരിക. ഡിക്രീസിങ് ബേസിസിറ്റി കുറഞ്ഞു വരണം. ഇൻക്രീസിങ് ബേസിസിറ്റി കൂടി പോകണം. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ചോദിച്ചേക്കുന്നത് ഇൻക്രീസിങ് ഓർഡറാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ആൾക്കാരൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇവരൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. C6H5NH2 ഉണ്ടോ? ഉണ്ട്, ദാ കിടക്കുന്നു. അപ്പോൾ ഇതിനാണ് ഏറ്റവും ബേസിസിറ്റി കുറവ്. ഞാനതിനെ 1 മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ബേസിസിറ്റി ഇൻക്രീസിങ് ഓർഡറാണ്. അപ്പോൾ ഞാനങ്ങ് എഴുതാം ഇൻക്രീസിങ് ഓർഡറാണ്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ്. അപ്പോൾ ഏറ്റവും ബേസിസിറ്റി കുറഞ്ഞ ആളെ ആദ്യം എഴുതണം. ഏറ്റവും ബേസിസിറ്റി കുറഞ്ഞ ആൾ ഇയാളാണ്. ഇയാളെ നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ഇയാളാണ്. ഓക്കെ, C6H5NH2 ഇൻക്രീസിങ് ഓർഡറാണ്. അപ്പോൾ അങ്ങോട്ട് തുറന്നിരിക്കണം. ഇയാൾക്കാണ് ഏറ്റവും ബേസിസിറ്റി കുറവ്. പിന്നെ ആർക്കാ? NH3. NH3 ഉണ്ടോ? NH3 ഉണ്ട്. ഇതാണ് NH3 കിടക്കും. NH3 പിന്നെ കുറവ് NH3. പിന്നെ ആർക്കാ കൂടുതൽ? ടെറിഷറിയാണ്. ഇതിനാരാ ടെറിഷറി? ടെറിഷറി എന്ന് പറഞ്ഞാൽ നൈട്രജൻ്റെ കൂടെ നോ ഹൈഡ്രജൻ. ഇത് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പിന്നെ വരുന്നവരെല്ലാം പ്രൈമറി, സെക്കൻഡറി, ടെറിഷറിക്ക് എക്സാമ്പിൾ ആയിരിക്കും. നൈട്രജൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ, ഇത് സെക്കൻഡറിയാണ്. നൈട്രജൻ്റെ കൂടെ 2 ഹൈഡ്രജൻ, ഇത് പ്രൈമറിയാണ്. നൈട്രജൻ്റെ കൂടെ ഇവിടെയും നൈട്രജൻ്റെ കൂടെ 2 ഹൈഡ്രജനാണ്. പക്ഷേ ഇത് ബെൻസീറിങ് അല്ല. ഓക്കെ, നൈട്രജൻ്റെ കയ്യിൽ നോ ഹൈഡ്രജൻ. അപ്പോൾ ഇത് ടെറിഷറി. അപ്പോൾ ഇനി ആരാ വരുന്നത്? ടെറിഷറിയാണ്. ടെറിഷറി ആരാ? CH3 ത്രൈസ് N. CH3 ത്രൈസ് N. പിന്നെ ആർക്കാ? പിന്നെ പ്രൈമറി എന്ത് ചെയ്താണ്ട്? CH3NH2 പ്രൈമറി. പിന്നെ ആരാ? സെക്കൻഡറി എന്താ? സെക്കൻഡറി CH3 ട്വൈസ് NH. ഇത് ഇൻക്രീസിങ് ഓർഡറാണ്. ഡിക്രീസിങ് ഓർഡർ ചോദിച്ചാലോ? ഡിക്രീസിങ് ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ആളെ ആദ്യം എഴുതണം. ഇതിനകത്ത് ഏറ്റവും ബേസിസിറ്റി കൂടിയ ആളെ ഇയാളെ വേണം ആദ്യം എഴുതാം. അതാണ് CH3 ട്വൈസ് NH. ഇനി ഇങ്ങനെ ആരോ ഇൻക്രീസിങ് കൂടിയ ആളെടുത്തോട്ട് വേണം ആരും ഇരിക്കാനായിട്ട്. ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കുറഞ്ഞു വരണം. പിന്നെ ആരും എഴുതണം? CH3NH2. ഓക്കെ, പിന്നെ ആരാ? CH3 ത്രൈസ് N. പിന്നെ ആരാ? NH3. പിന്നെ ആരാ? C6H5NH2. ഇതാണ് ബേസിസിറ്റി. വേറെ ഒന്നിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. ഇങ്ങനെ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. വേറെ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്ക് 1 മാർക്ക്. അപ്പോൾ 2 മാർക്ക് 1 മാർക്കും കൺഫേം ആയി. വേറെ കാര്യമൊന്നുമില്ല. ഇത് മാത്രം പഠിച്ചു വെച്ചേക്കും. ഇതാണ് ബേസിസിറ്റിയുടെ ഓർഡർ. ഇത് അക്വസ് ഫേസിൽ ഓർഡറാണ്. ഗ്യാസ് ഫേസിൽ വേറൊരു ഓർഡറാണ്. പക്ഷേ നമുക്ക് അക്വസ് ഫേസിൽ ഓർഡർ ചോദിക്കാറുള്ളൂ. ഗ്യാസ് ഫേസ് ആകുമ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. ക്വസ്റ്റിനകത്ത് ഗ്യാസ് ഫേസ് എന്നൊരു പറയില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് അക്വസ് ഫേസ് ആണ്. ഗ്യാസ് ഫേസ് നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. ഇനി ഗ്യാസ് ഫേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇത് രണ്ടും സെയിം തന്നെ. പക്ഷേ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഇവിടെ വരും. ഇങ്ങനെ ആവും. ഇതെല്ലാം 2 സെയിം തന്നെ. പിന്നെ വരുന്ന പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെറിഷറി. ഇത് സെയിം തന്നെ. പക്ഷേ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഇത് ഗ്യാസ് ഫേസ്. പക്ഷേ ഗ്യാസ് ഫേസ് നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. അത് എൻട്രൻസിനാണ് കൂടുതലും ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി വലിയ ടെൻഷൻ അടിക്കേണ്ട. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഈ ഓർഡർ പഠിച്ചു വെച്ചാൽ ഇതാണ് സ്ഥിരം നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. പിന്നെ ഗ്യാസ് ഫേസ് അഥവാ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വ്യത്യാസമൊന്നുമില്ല. ഏറ്റവും കുറവ് ഇയാൾക്ക്, പിന്നെ അതിനെക്കാട്ടിയും കൂടുതൽ ഇയാൾക്ക്. പിന്നെ വരുന്നത് പ്രൈമറി 1, 2, 3. ഇത് 3, 1, 2. ഇത് 1, 2, 3. അതൊരു വ്യത്യാസം. ഇത് ഗ്യാസ് ഫേസിലാണ്. ഗ്യാസ് ഫേസ് ഒന്ന് എടുത്ത് പറഞ്ഞാലേ അത് എഴുതാവും. അതല്ല വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അക്വസ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അക്വസ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഗ്യാസ് ഫേസ് ഒന്ന് എടുത്ത് പറഞ്ഞാലേ ഇത് എഴുതാവും. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ എല്ലാവരും എഴുതും. ശ്രദ്ധിക്കേണ്ടത് ഇൻക്രീസും ഡിക്രീസും ഓർഡറാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. അപ്പോൾ ബേസിസിറ്റി കഴിഞ്ഞു. എക്സാമിന് സ്ഥിരം 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. ഒരിക്കലും തെറ്റിക്കരുത്. ഓക്കെ, പിന്നെ രണ്ടാമത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഐഡൻറ്റിഫിക്കേഷനാണ്. അമീൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന 2 ടെക്നിക്സാണ്. അമീൻസിനെ നമ്മൾ 2 രീതിയിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 2 രീതിയിൽ. ഒന്നാമത്തെ രീതി നമ്മൾ വിളിക്കുന്ന പേര് ഹിൻസ്ബർഗ് ടെസ്റ്റ്. രണ്ടാമത്തത് ഐസോസയനൈഡ് ടെസ്റ്റ് ഓർ കാർബൈലമീൻ ടെസ്റ്റ്. ഇങ്ങനെ 2 ടെസ്റ്റ്.
ഈ 2 ടെസ്റ്റും വഴിയാണ് നമ്മൾ അമീൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് നമുക്ക് 3 ടൈപ്പ് അമീൻസ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഇതിനെ 3നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന 2 ടെസ്റ്റ് വഴിയാണ്. ഒന്നാമത്തെ ടെസ്റ്റിനെ വിളിക്കുന്ന പേര് ഹിൻസ്ബർഗ് ടെസ്റ്റും രണ്ടാമത്തെ ടെസ്റ്റിനെ വിളിക്കുന്ന പേര് ഐസോസൈനൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബൈലമീൻ ടെസ്റ്റ് എന്നാണ്. പിന്നീട് ഇവർ രണ്ടുപേരും നമ്മളെ വ്യത്യാസം എന്ന് പറയുന്നത് ഹിൻസ്ബർഗ് ടെസ്റ്റിൽ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഇവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അതായത് ആര് പ്രൈമറി, ആര് സെക്കൻഡറി, ആര് ടെറിഷറി. അതായത് നമുക്ക് 3 എണ്ണത്തിനകത്ത് 3 ബീക്കർ എടുത്തിട്ട് നമ്മൾ പ്രൈമറി അമീനെ ഇടുന്നു, സെക്കൻഡറി അമീനെ ഇടുന്നു, ടെറിഷറി. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ബേസിസിൻ്റെ കേസിൽ പ്രൈമറി ആകുമ്പോൾ എന്നിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ, സെക്കൻഡറി ആകുമ്പോൾ എന്നിൻ്റെ കൂടെ 1 ഹൈഡ്രജൻ, ടെറിഷറി ആകുമ്പോൾ നൈട്രജൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല. ഇനി ഇവരെ 3 പേരെയും ഏത് പ്രൈമറി, ഏത് സെക്കൻഡറി, ഏത് ടെറിഷറി നമുക്ക് കറക്റ്റായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഓക്കെ. എന്നാൽ ഐസോസൈനൈഡ് അല്ലെങ്കിൽ കാർബൈലമീൻ ടെസ്റ്റിന് ആരെ മാത്രമേ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റൂ? പ്രൈമറി. അതായത് ഏതാണ് പ്രൈമറി എന്ന് മാത്രമേ കാണിച്ചു തരാൻ പറ്റൂ. സെക്കൻഡറി ആര്, ടെറിഷറി ആരെന്ന് ഏത് ടെസ്റ്റ് വഴി കാണാൻ പറ്റത്തില്ല. ഐസോസൈനൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബൈലമീൻ ടെസ്റ്റ് വഴി സെക്കൻഡറി ആര്, ടെറിഷറി ആരെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആകപ്പാടെ പറ്റുന്നതെന്ന് പറയുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അത് ക്ലാസിഫൈ ചെയ്യുന്നത് ഹിൻസ്ബർഗ് ടെസ്റ്റും പ്രൈമറി ആരെന്ന് മാത്രം കണ്ടുപിടിക്കുന്നത് ഐസോസൈനൈഡ് അല്ലെങ്കിൽ കാർബൈലമീൻ ടെസ്റ്റും. ഇതിൽ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ്, അതായത് ഹിൻസ്ബർഗ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് C6H5SO2Cl, ഇതിനെ വിളിക്കുന്ന പേര് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഇതാണ് നമ്മൾ ഹിൻസ്ബർഗ് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഇരിക്കുന്ന 3 എണ്ണത്തിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് റിയാക്ഷൻ കിട്ടും. ആ റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഏത് പ്രൈമറി, ഏത് സെക്കൻഡറി, ഏത് ടെറിഷറി എന്ന് തിരിച്ചറിയുന്നത്. എന്നാൽ ഐസോസൈനൈഡ് അല്ലെങ്കിൽ കാർബൈലമീൻ ടെസ്റ്റിൽ പ്രൈമറിയെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതായത് പ്രൈമറി അമീൻസിന് മാത്രമേ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റൂ. എടുക്കുന്നത് ഐസോസൈനൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബൈലമീൻ ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് CHCl3യും KOH. അപ്പം CHCl3യും KOH. CHCl3 നമ്മൾ വിളിക്കുന്ന പേര് ക്ലോറോഫോം എന്നാണ്. KOH എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ പറയാം. എത്രയേ ഉള്ളൂ സമയം. പ്രൈമറി അമീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നൈട്രജൻ്റെ കൂടെ 2 ഹൈഡ്രജൻ. എന്താണ്ട നൈട്രജൻ്റെ കൂടെ 2 ഹൈഡ്രജൻ, ഇത് പ്രൈമറിയാണ്. പ്രൈമറി അമീൻ ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. CHCl3യും KOH റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് RNC. NH2 മാറി പകരം NC ആവും. ഈ NC വിളിക്കുന്ന പേര് ഐസോസൈനൈഡ് എന്നാണ്. ഇതൊരു ഫൗൾ സ്മെല്ല് വരും, ഒരു വൃത്തികെട്ട സ്മെല്ല് വരും. അങ്ങനെ വൃത്തികെട്ട സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ആരുണ്ട്? പ്രൈമറി അമീൻ ഉണ്ടെന്നുള്ള അതായത് നമ്മൾ 3 ബീക്കർ എടുക്കുന്നു. 1, 2, 3. 3 എണ്ണത്തിൽ ഒരെണ്ണം പ്രൈമറി, ഒരെണ്ണം സെക്കൻഡറി, ഒരെണ്ണം ടെറിഷറി. നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്യാൻ പോവുക? ഐസോസൈനൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബൈലമീൻ ടെസ്റ്റ് ചെയ്യാൻ പോവുക. ഇതിനകത്ത് 3-നകത്തോട്ട് നമ്മൾ CHCl3യും KOH ആഡ് ചെയ്ത് കൊടുക്കും. ഏത് ബീക്കറിൽ നിന്നാണോ ഫൗൾ സ്മെല്ല് വരുന്നത് അത് പ്രൈമറി. മറ്റേത് രണ്ടും റിയാക്ട് ചെയ്യില്ല. കാരണം സെക്കൻഡറിക്കും ടെറിഷറിക്കും ഈ ടെസ്റ്റ് തരാൻ പറ്റത്തില്ല. പ്രൈമറിക്ക് മാത്രമേ തരാൻ പറ്റൂ. അതായത് പ്രൈമറി മാത്രം കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഐസോസൈനൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബൈലമീൻ ടെസ്റ്റ്. ഇനി രണ്ടാമത്തത് ഹിൻസ്ബർഗ് ടെസ്റ്റാണ്. ഹിൻസ്ബർഗ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് C6H5SO2Cl ആണ്. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഇത് പ്രൈമറി ആണെങ്കിൽ റിയാക്ട് ചെയ്യും. ഓക്കെ. എന്നിട്ട് അത് സോളുബിൾ ഇൻ NH4OH. ഒരു ബേസിന് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന NH4OH ആണ്. ഓക്കെ. ബേസ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന NH4OH ആണ്. അല്ലെങ്കിൽ സോളുബിൾ ഇൻ ബേസ് എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ആൽക്കലി എന്ന് പറഞ്ഞാലും മതി. അതൊരു കൺഫ്യൂഷൻ ആവണ്ട. ഇനി സോളുബിൾ ഇൻ ആൽക്കലി. ഓക്കെ. അതായത് പ്രൈമറി റിയാക്ട് ചെയ്യും, നമുക്ക് ആൽക്കലിയിൽ സോളുബിൾ ആകുന്ന പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. എന്നാൽ സെക്കൻഡറി റിയാക്ട് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് കിട്ടും, പക്ഷേ ഇൻസോളുബിൾ ഇൻ ആൽക്കലിയാണ്. അത് ആൽക്കലിയിൽ എന്ത് ചെയ്യത്തില്ല? സോളുബിൾ ആവത്തില്ല. ഇനി ടെറിഷറി ആണെങ്കിൽ നോ റിയാക്ഷൻ, ടെറിഷറി റിയാക്ട് ചെയ്യില്ല. ഇതാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഹിൻസ്ബർഗ് ടെസ്റ്റിൽ നമ്മൾ 3 ബീക്കർ എടുക്കുന്നു. നമുക്ക് പ്രൈമറി, നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അതായത് അമീൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഹിൻസ്ബർഗ് ടെസ്റ്റ് എഴുതാവും. പ്രൈമറി അമീനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ടെസ്റ്റ് ചോദിച്ചാൽ
ഐസോസൈനൈഡ് ടെസ്റ്റ് എഴുതണം. അത് എടുത്ത് അമീൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൻസ്ബർഗ് ടെസ്റ്റും പ്രൈമറി അമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോസൈനൈഡ് ടെസ്റ്റും. ഏതെങ്കിലും എഴുതി വെച്ചിട്ട് അതൊക്കെ ശരിയാണെന്ന് വിചാരിക്കരുത്, കറക്റ്റായിട്ട് തന്നെ എഴുതാം. അമീൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഹിൻസ്ബർഗ് ടെസ്റ്റും പ്രൈമറി അമീനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഐസോസൈനൈഡ് അല്ലെങ്കിൽ കാർബെലമിൻ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ പ്രൈമറിയിലോട്ട് ഇതിനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 3 ബീക്കറുണ്ട്, 3-നകത്തോട്ട് നമ്മൾ ഈ റിയേജനെ ആഡ് ചെയ്യുന്ന സമയത്ത് 2 പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ഒന്നില്ലെങ്കിൽ പ്രൈമറി ആകാം അല്ലെങ്കിൽ സെക്കൻഡറി ആകാം. പ്രസിപ്പിറ്റേറ്റ് കിട്ടാത്തത് ആരാണോ അത് ടെർഷറി ആയിരിക്കും, അതിനെ മാറ്റി അത് ടെർഷറിയാണ്. പിന്നെ ഇത് രണ്ടും പ്രസിപ്പിറ്റേറ്റ് തരുന്നു. അപ്പോൾ ഇതൊന്ന് പ്രൈമറി ഒന്ന് സെക്കൻഡറി ആണ്. അപ്പോൾ അതിനകത്തോട്ട് എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കുക? ആൽക്കലിയെ ആഡ് ചെയ്ത് കൊടുക്കുക 2-നകത്തോട്ട്. ഏതിനകത്താണോ പ്രസിപ്പിറ്റേറ്റ് ഇല്ലാണ്ടാവുന്നത് അത് പ്രൈമറി, പ്രസിപ്പിറ്റേറ്റ് അങ്ങനെ തന്നെ കിടക്കുന്ന സ്ഥലം സെക്കൻഡറി. ഇനി ഇതിൻ്റെ റിയാക്ഷൻ ഉണ്ട്. ഈ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡുമായിട്ട് പ്രൈമറിയും സെക്കൻഡറിയും റിയാക്ട് ചെയ്യുന്നുണ്ട്. 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ആ റിയാക്ഷനും കൂടെ ചേർത്ത് വേണം നിങ്ങൾ എഴുതാനായിട്ട്. 2 മാർക്കിന് 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ റിയാക്ഷൻ എഴുതണമെന്ന് നിർബന്ധമില്ല, എഴുതിയാൽ അത്രയും നല്ലത്. റിയാക്ഷൻ ഇതാണ്: പ്രൈമറിയുമായിട്ടുള്ള റിയാക്ഷൻ, ദെൻ സെക്കൻഡറിയുമായിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, ഇനി റിയാക്ഷനും കപ്ലിംഗ് റിയാക്ഷനും കൂടിയുള്ളൂ, അത് നമുക്ക് ഒരുമിച്ച് എടുക്കാം. എന്തായാലും ഞാൻ ഈ അമീൻസിൻ്റെ റിയാക്ഷൻ ഒന്ന് പറഞ്ഞേക്കാം. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആണ് നമ്മുടെ റിയേജൻറ്റ്. ഇതാണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഇത് ബെൻസീനാണ്, ബെൻസീൻ. ഓക്കെ, എസ് ഡബിൾ ബോണ്ട് ഒ Cl കണ്ടു, C6H5 ഇതാണ് ഈ ബെൻസീൻ റിങ്. SO2Cl, S2OCl. ഇതിനകത്തോട്ട് പ്രൈമറി അമീൻ റിയാക്ട് ചെയ്യാണ്. പ്രൈമറി അമീനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന? എന്നിൻ്റെ കൂടെ എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ, RNH2. ഇതാണ് പ്രൈമറി അമീൻ. റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം, ശ്രദ്ധിച്ചിരുന്നോണം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടുത്തെ 2H ഇല്ലേ, ഞാൻ ഇങ്ങനെ എഴുതാണ് 2Hന് H 2H, RNH. എന്നിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ ആണെങ്കിൽ പ്രൈമറിയാണ്. ഇവിടുത്തെ ഒരെച്ചും ഇവിടുത്തെ Cl കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് പുറത്തു പോവും? HCl പുറത്തു പോവും, -HCl പുറത്തു പോവും. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞേ, വേണ്ട, ബെൻസീൻ റിങ് എസ് ഡബിൾ ബോണ്ട് ഒ അല്ലേ. പിന്നെ അത് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആരുമായിട്ടാ? എന്നുമായിട്ട്. എന്നിനകത്ത് എച്ചും ആറും. ഇതിൻ്റെ പേര് N ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് എന്നാണ്. N ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ്. ഓക്കെ, അപ്പം ഇത് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇത് എന്തിൽ ഡിസോൾവ് ആകും? ആൽക്കലിയിൽ സോൾബിൾ ആകും. അപ്പം എന്നിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ടെറിഷറി റിയാക്ട് ചെയ്യാത്തത്. കാരണം ടെറിഷറിയിൽ നൈട്രജൻ്റെ കയ്യിൽ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ടാണ് ടെറിഷറിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ പ്രൈമറിയിലും സെക്കൻഡറിയിലും എന്നിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ടെറിഷറിയിൽ എന്നിൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല, കാരണം എന്നിലെ ഹൈഡ്രജനാണ് റിയാക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡറി റിയാക്ഷൻ നോക്കാം. ഇത് പ്രൈമറിയുടെ റിയാക്ഷനാണ്. ഇനി സെക്കൻഡറി നോക്കാം. ഇതാണ് നമ്മുടെ റിയേജൻറ്റ്, എസ് ഡബിൾ ബോണ്ട് ഒ Cl. ഇതാരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? സെക്കൻഡറി ആകുമ്പോൾ എന്നിൻ്റെ കൂടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അപ്പം R2NH കണ്ടോ, എന്നിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഹൈഡ്രജനും ഈ Cl കൂടെ കമ്പൈൻ ചെയ്ത് ആര് പുറത്തു പോകും? HCl. ബാക്കിയൊന്ന് പറഞ്ഞേ. കിട്ടുന്നത് HCl പുറത്തു പോകുന്നു. പിന്നെ കിട്ടുന്നത് പറഞ്ഞേ, ബെൻസീൻ റിങ് എസ് ഡബിൾ ബോണ്ട് ഒ ഇതങ്ങനെ തന്നെ ഉണ്ട്. ഇത് വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും, എന്നിനകത്ത് അറ്റാച്ച് ചെയ്യും. അതിനകത്ത് എത്ര? 6, 2 R2. ഇത് പ്രസിപ്പിറ്റേറ്റ് ആണ്, പക്ഷെ എന്തിൽ സോളുബിൾ ആവില്ല? ആൽക്കലിയിൽ സോളുബിൾ ആവില്ല. ഇതിനെ വിളിക്കുന്ന പേര് NN ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് എന്നാണ്. ഇത് N ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ്. ഇത് NN ഡൈ ആൽക്കൈൽ കേട്ടോ, NN ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ്. ഇതാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഒരു 3 മാർക്കിന് നിങ്ങൾ 2 മാർക്കിന് ഇത് എഴുതിയാലും അത്രയും നല്ലതാണ് കേട്ടോ. കാരണം പേപ്പർ നോക്കുന്നവർക്കൊരു കോൺഫിഡൻസ് ഇട്ടാണ്, ഇവൻ അറിയാൻ കാര്യങ്ങളല്ല, ഇവൻ എവിടെ നിന്നെങ്കിലും പഠിച്ചുകൊണ്ട് വന്നതല്ല, ഇവരുടെ സംഭവങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമാണ്, ഫുൾ മാർക്ക് വിടും അവർ. അപ്പോൾ അവർക്ക് തന്നെ ഒരു സമാധാനമൊക്കെ ആവും, ഇത്ര അറിയാവുന്ന കുട്ടിയാണ്. അപ്പം ഇനി ഇച്ചിരി നിങ്ങൾ ഒന്ന് മോശമായിട്ട് എഴുതി കഴിഞ്ഞാൽ അവർ മാർക്കിട്ട് പോകും. അപ്പോൾ ആദ്യം ഈ എളുപ്പമുള്ള അറിയാവുന്ന നല്ല കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ ഇച്ചിരി നല്ലോണം എഴുതുക. ഇച്ചിരി നല്ലോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തും എഴുതി കളയരുത്. നിങ്ങൾ ഇച്ചിരി അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കൊള്ളാം, ഇവൻ നല്ലൊരു പയ്യനാണ്, ഇവൻ എല്ലാ രീതിയിലും അറിയാം. അപ്പോൾ പിന്നെ അവർ ഇച്ചിരി നിങ്ങൾ മോശമായിട്ട് അവർ പിന്നെ പേപ്പർ നിങ്ങളുടെ അത്ര ഇതായിട്ട് നോക്കത്തില്ല. പെട്ടെന്ന്
ടിക്ക് ചെയ്ത് കളയത്തുള്ളൂ. കാരണം അവൻ അറിയാമെന്നൊരു ബോധം ആദ്യമേ വരും. അതേസമയം നിങ്ങൾ ഒരുമാതിരി അറിയാത്ത കാര്യങ്ങൾ ഫസ്റ്റ് എഴുതി, അല്ലെങ്കിൽ മൊത്തം കംപ്ലീറ്റ് ആവാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതി, അപ്പോൾ അവർ വിചാരിക്കുമോ ഇവൻ്റെ സംഭവം ഒന്നും അറിയത്തില്ല, അപ്പോൾ ഇവരുടെ പേപ്പർ ഫുള്ള് നോക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് അവർ ഫുള്ള് ഇരുന്ന് നോക്കും. പിന്നെ നിങ്ങൾ അങ്ങോട്ട് നല്ലോണം എഴുതി കഴിഞ്ഞാലും അവർ ഫുള്ള് ചെക്ക് ചെയ്യും. അപ്പോൾ മാർക്ക് വീഴാനുള്ള ചാൻസ് കുറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നല്ലോണമൊക്കെ എഴുതി. പക്ഷേ എന്നും പറഞ്ഞ് ഒരുപാട് ടൈം, ഒരു 5 മിനിറ്റ് കൊണ്ട് എഴുതേണ്ട കാര്യം അരമണിക്കൂർ കൊണ്ട് എഴുതിയിട്ട് സാർ ഞാൻ നല്ലോണം എഴുതി, ഇനി എനിക്ക് അങ്ങോട്ട് നല്ല മാർക്ക് കിട്ടുമെന്നൊന്നും പറഞ്ഞു കളയരുത്. നല്ല രീതിയിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതൊക്കെ അങ്ങോട്ട് എഴുതി 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവന് കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങളൊരു പേപ്പർ നോക്കുകയാണ്, അപ്പോൾ ഒരു കുട്ടിയുടെ പേപ്പർ നിങ്ങളെ കിട്ടി, നിങ്ങൾ ടിക്ക് ചെയ്യുകയാണ്. അപ്പം ആദ്യമൊക്കെ ഒരുമാതിരിയൊക്കെ എഴുതിയിരിക്കുന്നത് വൃത്തികേടായിട്ട്, ഒന്നും ക്ലിയർ അല്ല, കംപ്ലീറ്റ് അല്ല. അങ്ങോട്ട് പോയപ്പോൾ അപ്പോൾ ആദ്യമേ നമ്മൾ ആ ഒരു ഇതങ്ങ് പോകുമോ ഇവനൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആ രീതിയിൽ നോക്കത്തുള്ളൂ. അപ്പോൾ ആദ്യമേ ഒരു നമ്മളായാലും അങ്ങനെയാണല്ലേ, അപ്പോൾ ആദ്യമേ ഒരു ഇതങ്ങോട്ട് കൊടുക്കുക, ഒരു ഇമ്പ്രഷൻ അങ്ങോട്ട് കൊടുക്കുക, പിന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് ഇട്ടോളും. ഇനി നമുക്ക് വേണ്ടത് 2-3 റിയാക്ഷനാണ്. റിയാക്ഷൻസ് അമീൻസിൽ സ്ഥിരം ചോദിക്കുന്ന 2-3 റിയാക്ഷനാണ്. ഒന്നാമത്തത് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഇത് പ്രൈമറി അമീൻസിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിയാക്ഷനാണ്. ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കും. ഇതിനകത്ത് വേറെ എക്സാമിന് ചോദിക്കാൻ പറ്റിയ വേറെ ഒന്നുമില്ല. ഡയറക്റ്റായിട്ട് എന്താണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണം. സോ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഗബ്രിയേൽ താലിമൈഡ്, ഇതാണ് റിയാക്ഷൻ. ഇതാണ് താലിമൈഡ് എന്ന് പറയുന്നത്. ബെൻസീൻ റിങ്, C double bond O, C double bond O, NH. ഇതാണ് താലിമൈഡ്. ഇതിനകത്തോട്ട് ആദ്യം KOH ആഡ് ചെയ്യും. KOH ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് പറയുകയാണ്. KOH ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ Hഉം OHഉം കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തു പോകും. C double bond O, C double bond NH. ഇതാണ് താലിമൈഡ്, ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഇത് പ്രൈമറി അമീൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈമറി അമീൻസ് ഓക്കെ എടുക്കുന്നു, OH വെച്ചും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തു പോകും. നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ബെൻസീൻ റിങ്, ഓക്കെ, C double bond O, C double bond O, NK ഇവിടെ വരും. NK ഇതാണ് ആദ്യം കിട്ടുന്നത്. ഇത് പൊട്ടാസ്യം സാൾട്ട് ഓഫ് താലിമൈഡ് ആണ്. ഇത് താലിമൈഡ്, അത് പൊട്ടാസ്യം സാൾട്ട് ഓഫ് താലിമൈഡ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ RXനെ ആഡ് ചെയ്യും. RX ആൽക്കൈൽ ഹാലൈഡ്, RX. X എന്ന് പറഞ്ഞാൽ ഹാലജനാണ്. R എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബണിൻ്റെ ചെയിനാണ്. കാർബൺ CH3 CH2 ആകാം, CH3 CH2 CH2 ആകാം, അത് ആഡ് ചെയ്യും. അപ്പം ഇതാ ഈ എക്സും കെയും കൂടെ KX പുറത്തു -KX. പിന്നെ കിട്ടുന്നത് ആ R അവിടെ കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇതാ കിട്ടും. R C double bond O, C double bond O, പിന്നെ കിട്ടുന്നത് Nൻ്റെ കൂടെ R. ഇനി ഇതിനകത്തോട്ട് NaOH ആഡ് ചെയ്യും. വലിയ റിയാക്ഷൻ ആട്ടോ, പക്ഷെ സിമ്പിളാണ്. NaOH ആഡ് ചെയ്യും. ആദ്യം KOH, പിന്നെ RX, പിന്നെ NaOH. ഓക്കെ, NaOH ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ H ആവും, ഇവിടെ H ആവും, ഇവിടെ OH, ഇവിടെ OH അല്ല NaO, ON. NaOH എന്തൊക്കെയാണ് ഉള്ളത്? H ഉണ്ട്, ON ഉണ്ട്. ആ H Nൻ്റെ കൂടെ വരും, ON Cയുടെ കൂടെ വരും. എന്ത് കിട്ടുമെന്ന് പറഞ്ഞേ? RN ബോണ്ട് പൊട്ടി, Nൻ്റെ കൂടെ 2 ഹൈഡ്രജൻ, NH കണ്ട പ്രൈമറി അമീൻ. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞേ ഇതാണ്. പിന്നെ കിട്ടുന്നത് ബെൻസീൻ റിങ്, C double bond O, C double bond O, C double bondോടെ കൂടെ ON ഇതാണ് കിട്ടുന്നത്. ഈ പ്രൈമറി അമീൻ നിങ്ങൾക്ക് ഏതാണോ വേണ്ട, ഏത് പ്രൈമറി അമീനാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള കാർബണെ ഇവിടെ എടുക്കുക. ഒരു കാർബൺ വരുന്ന പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ CH3NH2 ആണ്. അപ്പോൾ ഈ Rൻ്റെ സ്ഥാനത്ത് CH3 വരണം. അപ്പോൾ ഇവിടുത്തെ Rൻ്റെ സ്ഥാനത്ത് എന്തെടുക്കണം? നിങ്ങൾ CH3 എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് CH3 CH2 NH2 ആണ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അതായത് NH2ൻ്റെ കൂടെ Rന് പകരം CH3 CH2 വരണം. അപ്പോൾ ഈ Rൻ്റെ സ്ഥാനത്തല്ല എന്തെടുക്കണം? CH3 CH2. ഇവിടെ CH3 CH2 എടുക്കണം, ഇവിടെ എന്തെഴുതണം? CH3 CH2 എന്ന് എഴുതണം. ഇതാണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. സിമ്പിൾ റിയാക്ഷനാണ്. ആദ്യം KOH, ഇതാണ് താലിമൈഡ്. C double bond NH, OH വെച്ചും കൂടെ വാട്ടർ പുറത്തും, K ഇവിടെ വരും. പിന്നെ RXുമായിട്ട് റിയാക്ട് ചെയ്യും. ഈ R ആണ് നമുക്ക് ഏത് പ്രൈമറി അമീൻ വേണമെന്ന് തീരുമാനിക്കുക. KX പുറത്തും, R ഇവിടെ കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ NaOHുമായിട്ട് റിയാക്ട് ചെയ്യും. H Nൻ്റെ കൂടെ വരും, ON Cയുടെ കൂടെ വരും.
ഇതാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, സ്ഥിരം ചോദിക്കുന്നതാണ്. ഇനി 2 റിയാക്ഷനും കൂടി ഉള്ളൂ, കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ കപ്ലിംഗ് റിയാക്ഷനാണ്. കപ്ലിംഗ് റിയാക്ഷൻ നമുക്ക് ഇതിൻ്റെ കൂടെ അങ്ങ് പഠിക്കാം, അതായിരിക്കും നല്ലത്. പിന്നെ അടുത്ത റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹോഫ്മാൻസ് ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷനാണ്. ഹോഫ്മാൻസ് ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. ഇവിടെ സംഭവിക്കുന്നത് അമ്മൈഡിനെ അമീനാക്കി മാറ്റുന്നു. ഈ റിയാക്ഷൻ അമ്മൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CONH2, അത് മാറി വെറും NH2 ആവുന്നു. അപ്പോൾ ആര് പോവും? CO പോവും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അമ്മൈഡിനെ അമീനാക്കി മാറ്റുന്നു. നമ്മൾ എടുക്കുന്നത് ബ്രോമിനും NaOH-ഉമാണ്. ബ്രോമിനും NaOH. ഹോഫ്മാൻസ് ബ്രോമമൈഡ്, ബ്രോമിനും NaOH. അമ്മൈഡ് അമീനാവും. അമ്മൈഡ് CONH2, അമീൻ NH2. CONH2 NH2 ആവും. എന്താ റിയാക്ഷൻ നോക്കാം, ബോർഡ് നോക്കിക്കോളാം. CH3CONH2 അമ്മൈഡാണ്. ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ബ്രോമിൻ NaOH. എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ CONH2 മാറിയിട്ട് പകരം എന്ത് വരും? NH2, CH3NH2. കൂടെ നമുക്ക് Na2CO3 കിട്ടും. Na 2 എണ്ണം, NaOH അല്ലേ, Na 2 എണ്ണം, പിന്നെ Na2CO3 കിട്ടും. ഇതാണ് റിയാക്ഷൻ. സിമ്പിൾ റിയാക്ഷനാണ്. CONH2 മാറി NH2. ഇതാണ് ഹോഫ്മാൻസ് ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പം CONH2 മാറി NH2, അതായത് ബ്രോമിനും KOH ആണ്, ബ്രോമിനും NaOH ആണെങ്കിൽ ഹോഫ്മാൻസ് ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷനാണ്. ഇനി അമണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. അമണോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CH3Cl ആൽക്കൈൽ ഹാലൈഡ്, കാർബണിൻ്റെ ചെയിനും ഹാലജനും ആൽക്കൈൽ ഹാലൈഡ്. ഇതൊരു പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. CH3NH2 പ്രൈമറി. ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CH3 twice NH സെക്കൻഡറി അമീൻ കിട്ടും. CH3 thrice NH ടെറിഷറി അമീൻ കിട്ടും. CH3 4 times N plus കോട്ടേണറി അമീനും കിട്ടും. ഇതാണ് അമണോളിസിസ്. അമണോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡിനെ പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി, ടെറിഷറി, കോട്ടേണറി അമീൻസ് കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് അമണോളിസിസ്. അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടേ ഉള്ളൂ, വാട്ട് യു മീൻ ബൈ അമണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ ഇതങ്ങ് എഴുതിയാൽ മതി. അമണോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡിനെ പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി, ടെറിഷറി, കോട്ടേണറി അമീൻസ് പ്രൊഡ്യൂസ്ഡ് ആവും. ഇതിനെ വിളിക്കുന്ന പേരാണ് അമണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, ഇനി ഒരു റിയാക്ഷനാണ്, ഒറ്റൊരു കേസ്. അത് എക്സാമിന് 2-3 വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. സംഭവം ഇതാണ്. നമ്മളത് അമീൻ എടുക്കുകയാണ്, അമീനല്ല അനിലീൻ എടുക്കുകയാണ്. അനിലീൻ എടുക്കുന്നു. എന്നിട്ട് ഞാൻ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ബ്രോമിൻ നമുക്ക് കിട്ടുന്നത് ഇതാണ്, ബെൻസീറിങ്. ഓക്കെ, ബെൻസീറിങ്ങിൻ്റെ NH2. ഇവിടെ ബ്രോമിൻ വരും, ഇവിടെ ബ്രോമിൻ വരും, ഇവിടെ ബ്രോമിൻ വരും. ഇത് വരുന്നത് 2,4,6 ട്രൈബ്രോമോ അനിലീനാണ്. ഇതാണ് കിട്ടുന്നത് 2,4,6 ട്രൈബ്രോമോ അനിലിൻ. ഇതാണ് എനിക്ക് കിട്ടുന്നത്. എന്നാൽ എനിക്ക് ഇതല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് ഇതാണ്, അതായത് ഈ പൊസിഷനിൽ മാത്രം വരണം. NH2 പാരാ പൊസിഷനിൽ മാത്രം, അതായത് പാരാബ്രോമോ അനിലീൻ കിട്ടണം. എക്സാമിന് ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. പാരാബ്രോമോ അനിലിൻ, പാരാബ്രോമിൻ അനിലിൻ നമുക്ക് കിട്ടത്തില്ല. ബ്രോമിനുമായിട്ട് അനിലിനെ റിയാക്ട് ചെയ്താൽ പാരാബ്രോമോ കിട്ടത്തില്ല, ഇതേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ പാരാബ്രോമോ അനിലിൻ കിട്ടണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇത്രയേ ഉള്ളൂ സംഭവം. അനിലിൻ എടുക്കണം ആദ്യം. ഇത്രയേ ഉള്ളൂ സംഭവം. അനിലിൻ എടുക്കണം, കാണാതെ അങ്ങ് പഠിച്ചോളൂ. അനിലിൻ എടുക്കണം ആദ്യം. ബ്രോമിനുമായിട്ടല്ല, ആദ്യം CH3CO twice O. ഇതിനെ വിളിക്കുന്ന പേര് അസറ്റിക് അൺഹൈഡ്രേറ്റ്. 2 അസറ്റിക് ആസിഡ് പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അസറ്റിക് അൺഹൈഡ്രേറ്റ്. അതുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. അപ്പം നമുക്ക് കിട്ടുന്നത് ബെൻസീറിങ്,
എൻ ഇതിങ്ങനെ ആയിരിക്കുന്നത് CH3 COO CO CH3. അപ്പോൾ അത് ഇത്രയും കൂടെ ചേർന്ന് ഇവിടുത്തെ ഒരു എച്ചുമായിട്ട് കമ്പൈൻ ചെയ്ത് അസറ്റിക് ആസിഡ് ആവും. പിന്നെ NHCOCH3 ആവും. NHCOCH3. എന്നിട്ട് ഇതിനെ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം. ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് വാട്ടർ ആഡ് ചെയ്യണം. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബ്രോമിൻ വരും. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. നമുക്ക് ഇത് തിരിച്ച് കിട്ടും. പിന്നെ കൂടെ കിട്ടുന്നത് CH3COOH കൂടെ കിട്ടും. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം, നമുക്ക് ഒരിക്കലും പാരാബ്രോമോ അനിലീനിൽ നിന്ന് ഡയറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അനിലീനെ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ 2,4,6 ട്രൈബ്രോമോ അനിലീനാണ് കിട്ടുന്നത്. പിന്നെ എങ്ങനെ പാരാബ്രോമോ അനിലീനെ പ്രിപ്പയർ ചെയ്യാം? അപ്പോൾ അനിലീൻ എടുക്കണം. അസറ്റിക് അൺഹൈഡ്രോമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അനിലീൻ്റെ മുകളിൽ NH2 മാറി NHCOCH3 ആവും. എന്നിട്ട് ബ്രോമിൻ ആഡ് ചെയ്താൽ പാരാ പൊസിഷനിൽ മാത്രം വരും. പിന്നെ ഇത് പൊട്ടിക്കണമെങ്കിൽ തിരിച്ച് ഇതിനെ NH2 ആക്കണമല്ലോ. അപ്പം വാട്ടർ ആഡ് ചെയ്യാം. വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ H വരും, ഇവിടെ OH വരും. അപ്പോൾ CH3 COOH തിരിച്ചു വരും, NH2 തിരിച്ചു വരും. ഇതാണ് റിയാക്ഷൻ. ഓക്കെ, ഇനി 2 കപ്ലിംഗ് റിയാക്ഷനും കൂടെ, അതും കൂടെ ഉള്ളൂ. അതും കൂടെ ആകുമ്പോൾ അമീൻ തീർന്നു. അമീൻ അത് ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, 2 കപ്ലിംഗ് റിയാക്ഷനകത്ത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. N2 പ്ലസും X മൈനസും. ഇത് ബെൻസീൻ ഡയസോണിയം സാൾട്ടാണ്. ഇത് ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, OH. ഇത് ബെൻസീൻ ഡയസോണിയം സാൾട്ടാണ്. ഇത് ഫീനോളാണ്. റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു H ഉണ്ട്. ഈ Hഉം ഈ Xഉം കൂടെ പുറത്തു പോകും. ഇതിനിടയ്ക്ക് കയറുന്ന ഇത് കിട്ടും. N ഡബിൾ ബോണ്ട് N OH ഇത് കിട്ടും. ഇതിൻ്റെ പേര് വരുന്നത് പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ. ഇതാണ് പേര്. ഇതാണ് ഒരു കപ്ലിംഗ് റിയാക്ഷൻ. ഇനി ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ OHന് പകരം ഇവിടെ NH2 എടുക്കും. അപ്പം ഫീനോളിന് പകരം എന്തെന്ന് എഴുതണം? അനിലീനെന്ന് എഴുതണം. അപ്പം ഈ OHന് പകരം എന്താവും? NH2. അത് രണ്ടാമത്തെ റിയാക്ഷൻ. ഇതേ സെയിം റിയാക്ഷൻ തന്നെ, ബെൻസീൻ ഡയസോണിയം സാൾട്ട് ഫീനോളിന് പകരം, ഫീനോൾ ബെൻസീറിങ്ങിൽ OH, അതിന് പകരം ബെൻസീറിങ് വരച്ചിട്ട് NH2 കൊടുക്കും. അപ്പം അനിലീനായി. ഇതേ പ്രൊഡക്റ്റ് തന്നെ വരുന്നത്, മാറ്റമൊന്നുമില്ല. പക്ഷേ OHൻ്റെ സ്ഥാനത്ത് NH2 ആവും. അപ്പം പാരാ ഹൈഡ്രോക്സി മാറി പാരാ അമിനോ ആവും. പാരാ അമിനോ അസോബെൻസീൻ. എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ട് യു മീൻ ബൈ കപ്ലിംഗ് റിയാക്ഷൻ? കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെൻസീൻ ഡയസോണിയം സാൾട്ട് ഫീനോളുമായിട്ടോ അനിലീനുമായിട്ടോ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാം. ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ കിട്ടുന്നു. ഫീനോൾ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ, ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ H ഇവിടുത്തെ X പോവും, N 2 ഉണ്ട്, 2 N ഇവിടെ ഉണ്ട്, കമ്പൈൻ ചെയ്യും. ഇതാണ് റിയാക്ഷൻ. ഇത്രയാണ് അനിലീനകത്ത് പഠിക്കാറുള്ളത്. അപ്പോൾ ഓർഗാനിക് 4 ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കും.